നല്ലൊരു നുറുക്ക് ഗോതമ്പ് പായസമാണ് ഇന്ന്. പല നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, ഇതിൽ സൂചി ഗോതമ്പ് നുറുക്കെടുക്കാം. വേഗം ആവാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ട് വേവിക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു 4-5 പ്രാവശ്യം കഴുകിയ നുറുക്ക് ഗോതമ്പ് 1/4 കിലോ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് 5 വിസിൽ വരുന്നവരെ വേവിക്കാം. പ്രഷറൊക്കെ പോകുമ്പോഴേക്കും 2 തേങ്ങയും പിഴിഞ്ഞ് പാലെടുക്കാം. പിന്നെ ഒരു 1/2 കിലോ ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയും വെക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഗോതമ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് വറ്റിക്കാം. ഇതിപ്പോൾ വെള്ളമൊന്നുമില്ല. ഇനി ശർക്കര ഉരുക്കിയത് അരിച്ചതാണ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ശർക്കരയിലിട്ട് ഗോതമ്പ് നന്നായിട്ടൊന്ന് വരട്ടി വറ്റിച്ചെടുക്കണം. 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം. ഇളക്കി കൊടുക്കാം. ശർക്കരയൊക്കെ വറ്റി ഉരുളി തെളിഞ്ഞ് ഇതേപോലെ കാണാൻ തുടങ്ങുമ്പോൾ പിന്നെ പാലൊഴിച്ചു കൊടുക്കാം. 3-ാം പാലൊന്നും എടുത്തിട്ടില്ല. 2-ാം പാല് 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്ത് വരട്ടിയെടുക്കാം. അന്നേരം വേഗം വെള്ളം വറ്റി വന്നോളും. ഇനി 1-ാം പാൽ ഒഴിക്കണം. 1-ാം പാലിലേക്ക് ജീരകവും ചുക്കും പൊടിച്ചത് ചേർത്തിളക്കി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏലക്ക വേണമെന്നില്ല കേട്ടോ, വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ചുക്കിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിലേക്ക് നിന്നോട്ടെ. 1-ാം പാൽ ഒഴിച്ച് പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ആദ്യം തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. പകുതിയാകുമ്പോൾ കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർക്കാം. മുന്തിരി വീർത്ത് വന്നാൽ പിന്നെ ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങേൻ്റെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ അളവ് കമൻറ്റിൽ എഴുതിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി പായസമാണിത്. ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നോളൂ.